ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഈദ് സ്പെഷ്യൽ ഡ്രിങ്കാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഡ്രിങ്കാണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ട റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളത്തിൽ ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് നമ്മൾ കഴുകാണ്ട് സോക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റായി പോകും. പിന്നെ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ പോയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ നോക്കുക. ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൽ തന്നെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ കുറച്ച് കൂടുതൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് എടുത്തിട്ട് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കുവാണ്. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. നമ്മൾ മക്കൾക്ക് കുറുക്ക് കൊടുക്കുമല്ലോ ഗോതമ്പ് നുറുക്കിൻ്റെ, അതിതാ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ഒരു നീര് മാത്രം മതി. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം ഉണ്ടാക്കുന്ന പോലെയല്ല. അതാകുമ്പോൾ കുറേ സമയം എടുക്കും. പ്രഷർ കുക്കറിൽ നമ്മൾ ഗോതമ്പ് നുറുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിപ്പയിലൂടെ അരച്ചെടുക്കുക. ആ ഒരു നീര് മാത്രം മതി കേട്ടോ. മാക്സിമം നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കണം. ഞാൻ റൂയിമോൾക്ക് ഗോതമ്പ് നുറുക്കിൻ്റെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിതാ ഇതുപോലെയാണ് ചെയ്തെടുക്കാറ്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്കിതിപ്പം വെച്ചിട്ട് നമ്മളൊരു നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു ഹോട്ടായിട്ടുള്ള ഡ്രിങ്കാണ്. പെരുന്നാൾക്ക് ബിരിയാണിക്കൊക്കെ ശേഷം കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പം അതിനായിട്ട് നമുക്കൊരു പാന് ചൂടാക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായ ശേഷം നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് തിക്ക് മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിതിപ്പോൾ എത്ര കപ്പ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. 1 കപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ ഗോതമ്പ് നുറുക്കിൻ്റെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അരച്ചെടുത്തത് 1 കപ്പുണ്ട്. അപ്പം അത്ര എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഭയങ്കര കട്ടിയാവും നമ്മുടെ ഡ്രിങ്ക്. നമുക്കൊരു തിന്നായിട്ടുള്ളൊരു ഡ്രിങ്കാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു വൈറ്റ് തിക്കായിട്ടുള്ള മിക്സറും അതുപോലെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ചൂടാക്കാൻ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് നുറുക്കാണ്, അതിൻ്റെ ആ ഒരു തിക്ക് മിക്സ്ചർ പെട്ടെന്ന് കുറുകി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ വിടാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 5-10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിലൊക്കെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കുറച്ച് നേരം അവിടെ കൈ വിട്ട് നമ്മൾ വേറെ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. കുട്ടികളെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് കുറച്ചൊന്ന് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ കുറുക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കണ്ട, നല്ലൊരു ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ പായസമൊക്കെ കുടിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ വേറൊരു ചേരുവയും കൂടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് നുറുക്ക് മാത്രമല്ല, ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വല്ലാണ്ട് കട്ടിയിൽ കുറുക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി, കാരണം നമ്മളിതിലേക്ക് ഇനിയും ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു വൈറ്റ് മിക്സ്ചറും പിന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളം കുറച്ച് 1.5 കപ്പായാലും കുഴപ്പമില്ല. ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, സാദാ പാൽ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സാദാ പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല തണുപ്പിച്ചിട്ടുള്ള പാലാണ്. അപ്പം പാൽ ചേർക്കുമ്പം തിളപ്പിച്ച പാൽ തന്നെ ചേർക്കാൻ നോക്കുക. നമ്മളിത് ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചെടുത്തുള്ള പാൽ ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സേമിയാണ്. സേമിയ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് എടുത്തിട്ട് നമുക്ക് വറുത്ത സേമിയ ആണെങ്കിൽ നല്ലത്. പിന്നെ നല്ല തിന്നായിട്ടുള്ള സേമിയ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ഉള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. കട്ടിയുള്ള സേമിയ ആണെങ്കിൽ മാക്സിമം കട്ടിയൊക്കെ കുറച്ചിട്ട് ചെറിയ പീസാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ കേട്ടോ വേണ്ടത്. എന്നിട്ട് സേമിയ ഇട്ട ശേഷം നന്നായിട്ട് ഇതുപോലെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതും ഇങ്ങനെ ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട. സേമിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ തിന്നായിട്ടുള്ള സേമിയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട. പെട്ടെന്ന് റെഡിയാവുന്ന ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാനിത് കുറേ വോയിസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ പെട്ടെന്ന് റെഡിയാവും കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ സേമിയ ചേർത്ത ശേഷം സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതുപോലെ തന്നെ മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം സേമിയയും അതുപോലെ എല്ലാം കുക്കായിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പിന്നെ തിളപ്പിച്ചെടുക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഈ ഒരു ഡ്രിങ്കിന് സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കട്ടെ. അതുപോലെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ചെറിയ കപ്പിലാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പാണ്. ഞാനന്ന് ഹോട്ട് പാക്കിൻ്റെ ഷോറൂമിൽ പോയ സമയത്ത് എടുത്തിട്ടുള്ള കപ്പായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇത് ഉപയോഗം വന്നത്. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ആലോചിച്ചത് ഈ ഒരു കപ്പിൽ സെർവ് ചെയ്താലോ എന്നാണ്. കാണാൻ നല്ല ക്യൂട്ടാവും, നമുക്കെല്ലാവർക്കും എടുത്ത് കുടിക്കാൻ തോന്നുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഒന്ന് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങാക്കൊത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നൊരു സംഭവമാണ് തേങ്ങ. നമ്മളിതുപോലെ കുഞ്ഞിതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ വറവിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ തേങ്ങാക്കൊത്ത്. ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ഒരു ഡ്രിങ്ക് ഭയങ്കര കട്ടിയിൽ കുടിക്കരുത് കേട്ടോ. അഥവാ ഇനി കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം സെർവ് ചെയ്യാൻ നേരത്ത്. ഈ ഒരു തിക്നെസ് മതി, ഒരുപാട് കട്ടി പാടില്ല. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ഡ്രിങ്കാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഗോതമ്പ് നുറുക്ക് അരച്ചെടുത്തുകൊണ്ട് നിങ്ങൾ വേറെ രീതിയിലൊന്നും എടുക്കണ്ട, നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗോതമ്പ് നുറുക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ അത് കുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് കുറുകി പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ. പെട്ടെന്ന് റെഡിയാവും ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം എല്ലാവരും ഈ ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും സേമിയ പായസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം കൂടി ഉണ്ടാവും ഈ ഒരു ഡ്രിങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു നല്ലൊരു ഡ്രിങ്കാണ്. സേമിയയും അതുപോലെ ഗോതമ്പ് നുറുക്കും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.